ഹലോ ഗൈസ്, അപ്പോൾ ഞങ്ങൾ ഇന്ന് ഒക്ടോബർ 2 അപ്പോൾ ഗാന്ധിജീനെ അനുകരിക്കാൻ പോകണം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ധോത്തിയൊക്കെ കെട്ടാൻ പോകണം. നമുക്ക് ആ വിശേഷങ്ങളിലൂടെ പോവാം. ഓക്കെ, ചെറിയൊരു വ്ളോഗാണ് ഇന്നായിട്ട് എടുക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ധോത്തി കെട്ടാൻ പോവാണ്. നമ്മൾ ഇതെന്താ വെച്ചാൽ ഈ രണ്ട് സെൻറ്റർ വൈസ് എടുക്കുക. അതിന് ശേഷം ഈ സെൻറ്റർ മാളുടെ ബാക്കിലൂടെ ഇട്ട് അങ്ങനെ അപ്പോൾ ധോത്തി ഉടുക്കാൻ പോവാണ്. അപ്പോൾ ധോത്തി ഉടുക്കണമെങ്കിൽ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ സെൻറ്റർ പോർഷൻ എടുക്കണം. അതായത് ഇപ്പോൾ ഒരു ലെങ്തി തുണി ഉണ്ടെച്ചാൽ അതിനെ രണ്ടായിട്ട് മടക്കിയിട്ട് ആ സെൻറ്റർ പോർഷനിൽ വെച്ചിട്ട് നമ്മൾ ഇടുപ്പിൽ കെട്ടുക. അപ്പോൾ രണ്ട് ഭാഗത്തേക്കായിട്ടും വാല് പോലെ കുറച്ച് പോർഷനുകൾ വരും. അങ്ങനത്തെ രീതിയിലാണ് നമ്മൾ ആദ്യം സെൻറ്ററിൽ കെട്ടുക. അപ്പോൾ ഞാൻ മാളുവിൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കുമായിരുന്നു, ഗാന്ധിജി ആരാന്നറിയോ, ഗാന്ധിജി അപ്പൂപ്പൻ ആരാന്നറിയോ എന്നൊക്കെ ചോദിക്കുമായിരുന്നു. അപ്പോൾ മാളുവിന് അറിയത്തില്ലല്ലോ. അപ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണ്, ഗാന്ധിജി എന്ന് പറയുന്നത് നമ്മുടെ രാഷ്ട്രപിതാവാണ്. അപ്പോൾ രാഷ്ട്രപിതാവായത് എങ്ങനെയാണെന്നറിയോ എന്നൊക്കെ പറഞ്ഞിട്ട് പറയുകയാണ്. അതായത് നമ്മുടെ ഗാന്ധിജി നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നു. ബ്രിട്ടീഷുകാർ പണ്ട് നമ്മുടെ ഇന്ത്യ ഭരിച്ചിരുന്നത് അവരായിരുന്നു, ബ്രിട്ടീഷുകാർ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു കൊടുത്തു കേട്ടോ. അവൾക്ക് ബ്രിട്ടീഷുകാരെന്ന് പറഞ്ഞിട്ട് മനസ്സിലാക്കിയെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ഞാൻ ഇങ്ങനെ പറയണം, ബ്രിട്ടീഷുകാർ അവർ പുറം രാജ്യങ്ങളിൽ നിന്ന് വന്നതാണ്. അപ്പോൾ അവർ വന്ന് നമ്മുടെ ഇന്ത്യയെ ഭരിക്കുകയായിരുന്നു. നമുക്ക് ഒരു തരത്തിലുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല. ഗാന്ധിജി അപ്പൂപ്പനാണ് നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നത് എന്നുള്ളതാണ് ഞാൻ അവൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പം ആ ഒരു പോർഷൻ റൈറ്റ് സൈഡിൽ കൂടെ ഉള്ളത് ഫ്രണ്ടിൽ കൂടെ ചുറ്റി, പിന്നീട് ലെഫ്റ്റ് സൈഡിലൂടെ ഉള്ളത് ബാക്കിൽ ഇതുപോലെ വെച്ചു. അപ്പോൾ ധോത്തിയുടെ പോർഷൻ കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ. ഫ്രണ്ടിൽ റൈറ്റ് സൈഡിലുള്ളത് ഫ്രണ്ടിലേക്ക് വെച്ചു, ലെഫ്റ്റ് സൈഡിലുള്ളത് ബാക്കിലും വെച്ചു. അപ്പോൾ ധോത്തി കറക്റ്റായി. ഇനിയിപ്പം ബാക്കി ഒരു പോർഷൻ നമ്മൾ ഗാന്ധിജിയുടെ മേൽഭാഗം നമ്മളങ്ങനെ പൊതച്ചിട്ടല്ലേ ചെയ്യാൽ. അപ്പോൾ അത് അവിടെ കറക്റ്റായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു സേഫ്റ്റി പിന്ന് വെച്ചിട്ട് എന്താ പറയുക, അവിടെ ഒന്ന് ഫിക്സ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇങ്ങനെയൊരു ലെവലിലായിരിക്കും അവളുടെ ഔട്ട്പുട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഞാൻ നമ്മുടെ ഒരു കടയിൽ പോയിട്ട് ഈ പ്ലെയിൻ കോട്ടൺ വൈറ്റ് കോട്ടൺ തുണി എടുത്തിട്ടാണ് കണ്ണാടിയും പിന്നെ ഈ മുടിയൊന്ന് നമുക്ക് നമ്മുടെ സ്കിൻ കളർ മുട്ട പോലെ ആക്കണം അല്ലേ. അപ്പൊ അതിന് നമ്മള് നമ്മുടെ ബീച്ചിലൊക്കെ ഇടാൻ വേണ്ടിയിട്ട് കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു ക്യാപ്പില്ലേ, അതിൽ നമ്മള് എന്താണ് പറഞ്ഞോളൂ, അതല്ലേ സ്വിമ്മിങ്ങിന് യൂസ് ചെയ്യുന്ന ഒരു ക്യാപ്പ് ഉണ്ടല്ലോ. ആ ക്യാപ്പിൽ നമ്മൾ അക്രോലൈറ്റ് പെയിന്റ്, സ്കിൻ കളറിലുള്ള അക്രോലൈറ്റ് പെയിന്റ് വെച്ചിട്ട് നമ്മൾ പെയിന്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ അത് അതിനുള്ള വീഡിയോ നമ്മൾ കിട്ടും, നമ്മൾ പെയിന്റ് ചെയ്ത്. അപ്പൊ അത് വെക്കും. പിന്നെ ഒരു കണ്ണാടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ പക്ക ഗാന്ധിജി അപ്പൂപ്പനാവും അല്ലേ. ഓക്കെ, അപ്പൊ വടി അതും കൂടെ വേണം അല്ലേ, വടി വേണം. വെരി ഗുഡ്. അപ്പൊ ഏകദേശം ഒരു ലുക്ക് ആയി എന്ന് വിശ്വസിക്കുന്നു ഇല്ലേ? ലുക്ക് ആയില്ലേ ഏകദേശം? ഓക്കെ, അപ്പൊ കണ്ണാടി സെറ്റ് ആയിട്ടുണ്ട്. ഇങ്ങനെ പാലക്കാട് മൊത്തം തെരഞ്ഞിട്ട് ആകെ ഒരു പീസ് കിട്ടിയതായിരുന്നു ഇത്. ഇനി നമുക്ക് ക്യാപ്പ് അത് ഉണങ്ങാൻ വെച്ചിരിക്കണം. നമുക്ക് ഫൈനൽ ലുക്ക് കാണിച്ചു തരാം പിന്നീട്. ഓക്കെ, കണ്ണാടിയും കൂടെ സെറ്റ് ആക്കിയിട്ടുള്ള വ്യൂ ആണ്. കണ്ണാടി നേരെ വെക്കുമാളോ. അംഗൻവാടിയിൽ എത്തിയിട്ടുള്ള കുറച്ച് പിക്ചേഴ്സും കാര്യങ്ങളൊക്കെയാണിത്. അപ്പം ആകെ ഒരു ഗാന്ധിജി ഉണ്ടായിരുന്നുള്ളൂ. കുട്ടികൾ കുറേ പേര് ലീവായിരുന്നു കേട്ടോ. അപ്പോൾ കുട്ടികളുടെ കുറവുണ്ടായിരുന്നു. അമ്മമാരപ്പോൾ സ്വാഭാവികമായിട്ട് കുറയുമല്ലോ. അപ്പം പക്ഷെ നന്നായിരുന്നു. ഉള്ളവർ വെച്ചിട്ട് നല്ല രീതിയിൽ നമ്മളൊക്കെ ചെയ്യാൻ പറ്റും. ചെറിയൊരു റാലിയൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് തുടരെയുള്ള വീഡിയോസ് നമുക്ക് കാണാം. അപ്പോൾ ഇതാണ് നമ്മുടെ കൊച്ച് ഒക്ടോബർ 2 വ്ളോഗ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്കിതിൻ്റെ ഔട്ട്പുട്ടൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ വ്ളോഗ് നിങ്ങളെല്ലാവരും ഏറ്റെടുത്തു എന്നും വിശ്വസിക്കുന്നു. കൂടുതൽ വീഡിയോ ആയിട്ട് നമുക്ക് വരാം. അതുപോലെ ഇതിൻ്റെ റാലി ഇനി ശേഷമാണ്, ഇനിയിപ്പോൾ ഇടാൻ പോകുന്നത് റാലിയാണ്. അപ്പോൾ അതും കൂടെ ഒന്ന് കേൾക്കുക. അതോടെ ഈ വീഡിയോ വൈൻഡപ്പ് ആവും കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ പറയേണ്ട ആവശ്യമില്ല. കാരണം എന്താ വെച്ചാൽ ഇനിയിപ്പോൾ റാലിയും കൂടി ഉണ്ടല്ലോ. അതും കൂടെ കണ്ടിട്ട് വീഡിയോ അത്രയേ ഉള്ളൂ കേട്ടോ. നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കൊച്ചു വീഡിയോ ആണ്. ഓക്കെ.
രണ്ടാഗതമായി പാടു. ഓർക്കുക നമ്മൾ ബാബുജിയെ, സ്വാതന്ത്ര്യത്തിൻ രക്ഷകനെ, രാഷ്ട്രപിതാവാം ഗാന്ധിജിയെ. നെടുനാളായി ചങ്ങലയിൽ അടിമകളെ പോൽ നാമെല്ലാം വെള്ളക്കാരുടെ കാൽക്കീഴിൽ കഴിഞ്ഞ നാളുകളോർക്കേണം. സ്വാതന്ത്ര്യത്തിൻ ദീപശിഖ കെടാതെ എന്നും സൂക്ഷിക്കാൻ പുതിയ പ്രതിജ്ഞ. ഒക്ടോബർ 2 ത്തിലുണ്ടൊരു മുത്തശ്ശൻ, പതുക്കെ നടക്കും. പല്ലില്ലാത്തൊരു മുത്തശ്ശൻ, പാലപ്പൂവിൻ നിറമാണ്, പാലിനൊത്തൊരു ചിരിയാണ്, പിള്ളേർക്കെല്ലാം ചങ്ങാതി, പിറന്ന മണ്ണിൻ സേനാനി. ആരാണെന്നോ മുത്തശ്ശൻ, നമ്മുടെ ഗാന്ധിജി അപ്പൂപ്പൻ, നമ്മുടെ ഗാന്ധിജി അപ്പൂപ്പൻ. ഇനി വട്ടക്കണ്ണട വെച്ചിട്ട് വടിയും കുത്തി നടന്നിട്ട് നമുക്കു നാടിതു നേടിത്തന്നു നമ്മുടെ ഗാന്ധി അപ്പൂപ്പൻ, ഗാന്ധി അപ്പൂപ്പൻ. വട്ടക്കണ്ണട വെച്ചിട്ട് വടിയും കുത്തി നടന്നിട്ട് മാളൂനെ ഫ്രണ്ടിൽ കൊണ്ടുപോടാ, കാണില്ലടാ, ഗാന്ധിജിനെ കാണില്ല. നമ്മുടെ ഗാന്ധി അപ്പൂപ്പൻ, നമ്മുടെ ഗാന്ധി അപ്പൂപ്പൻ, ഗാന്ധി അപ്പൂപ്പൻ, ഗാന്ധി അപ്പൂപ്പൻ, ഗാന്ധി അപ്പൂപ്പൻ, ഗാന്ധി അപ്പൂപ്പൻ. നല്ലതു മാത്രം ചെയ്യാനായി, നല്ലതു മാത്രം ചെയ്യാനായി, നല്ലവരായി നടക്കാനായി, നല്ലവരായി നടക്കാനായി നമ്മോടോതുകയാണ് അപ്പൂപ്പൻ, നമ്മോടോതുകയാണ് അപ്പൂപ്പൻ. നമ്മുടെ ഗാന്ധി അപ്പൂപ്പൻ, നമ്മുടെ ഗാന്ധി അപ്പൂപ്പൻ, ഗാന്ധി അപ്പൂപ്പൻ, ഗാന്ധി അപ്പൂപ്പൻ, ഗാന്ധി അപ്പൂപ്പൻ, ഗാന്ധി അപ്പൂപ്പൻ. തൊഴുകയോടെ നമിക്കാനും, തൊഴുകയോടെ നമിക്കാനും, തോക്കില്ലാതെ ജയിക്കാനും, തോക്കില്ലാതെ ജയിക്കാനും നമ്മോടോതുകയാണ് അപ്പൂപ്പൻ, നമ്മോടോതുകയാണ് അപ്പൂപ്പൻ. നമ്മുടെ ഗാന്ധി അപ്പൂപ്പൻ, നമ്മുടെ ഗാന്ധി അപ്പൂപ്പൻ, ഗാന്ധി അപ്പൂപ്പൻ, ഗാന്ധി അപ്പൂപ്പൻ, ഗാന്ധി അപ്പൂപ്പൻ. എല്ലാവരും ഇല്ലേ? കുറച്ച് പൂവെടുത്തിട്ട് ഓരോ ഓരോ പൂവെടുത്താൽ മതി. ആ വടി വാങ്ങി പിടിക്കുക, എന്നിട്ട് ആ ഇല്ലെങ്കിൽ വേണ്ട. ആ കിട്ടുന്നുണ്ട് ഇവിടുന്നേ. ആ ഇവിടെ ഇടുന്നത് അല്ലേ? ഒരു പൂവെടുത്തിട്ട് ഒരു പൂവ് ഇതൊക്കെ എനിക്ക് വരുമ്പോൾ നിൽക്കേണ്ട പടം. ആ ഇരുന്നു. ഒരു പൂവ് എടുത്താൽ മതി. ഒരു പൂവ് ഇങ്ങനെ വെക്കി, അവിടെ വെച്ചാൽ മതി. അവിടെ വെക്കി തൊഴുക.
ഓക്കെ ഇനി അങ്ങോട്ട് നിന്ന് വേണം ചെരുപ്പിടാൻ വേണ്ടി നടക്കാ പാട്ടി. പൊക്ക 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 പൊക്ക. അപ്പോൾ കൊച്ചു വ്ളോഗായിരുന്നു നമ്മുടെ ഒക്ടോബർ 2 ഗാന്ധി ജയന്തിക്ക്. അപ്പം ഗാന്ധിജീനെയും പിന്നെ മറ്റു കുട്ടികളെയും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഓക്കെ.